Hello everyone, welcome to chapter wise discussion JE Main 2025. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം അയോൺ ഇസ് ഗിവൺ ആസ്. എത്രയാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം അയോൺ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് A0 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ റേഡിയസ് കാണുന്ന ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ കേസ് ആർ, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ആർ ഈസ് ഈക്വൽ ടു 0.529 ഇൻറ്റു n²/z, അത്രയും ആങ്സ്ട്രം എന്നായിരിക്കും. ഓക്കെ, 0.529 ആങ്സ്ട്രം ആണ് A0 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു n²/z A0 എന്നായിരിക്കും വരിക. ഓക്കെ, റൈറ്റ്. ഇനി ഹീലിയം പ്ലസിന്റെ കേസാണ്. ഇവിടെ Z എന്ന് പറഞ്ഞാൽ എന്താണ്? Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. ഹീലിയം പ്ലസ് ആയതുകൊണ്ട് Z-ന്റെ വാല്യൂ 2 എന്നായിരിക്കും, അല്ലെ? പിന്നെ N-ന്റെ വാല്യൂ ആണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ് ആണ് 2. ക്ലിയർ? അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു n² എന്ന് പറഞ്ഞാൽ 2² A0 എന്നായിരിക്കും വരിക, അല്ലെ? അപ്പോൾ 2A0 എന്ന് വരും. ആൻസർ എന്താണ്? R is equal to 2A0. ഓപ്ഷൻ 2 is your answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു, റൈറ്റ്? ക്വസ്റ്റൻ നമ്പർ 2, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്സ്മെന്റ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? റൈറ്റ്, എ സ്പെക്ട്രൽ ലൈൻ വിൽ ബി ഒബ്സർവ്ഡ് ഫോർ 2px to 2py ട്രാൻസിഷൻ. 2px to 2py ഒരു സ്പെക്ട്രൽ ലൈൻ നമ്മൾ കാണാൻ പറ്റുന്നതാണ്. 2px നിന്നും 2py ഒരു സ്പെക്ട്രൽ ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് 2px ആൻഡ് 2py ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ്. അത് ഡീജനറേറ്റ് സെയിം എനർജി ഉള്ള ഓർബിറ്റിലാണ് എന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഓക്കെ, ഇതിന്റെ ആൻസർ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആയിരിക്കും ഇതിന് ആൻസർ വരിക. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓക്കെ, സ്പെക്ട്രൽ ലൈൻ എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് അടുത്ത എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് സ്പെക്ട്രൽ ലൈൻ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെ കേസിൽ നമ്മൾ സ്പെക്ട്രൽ ലൈൻ കാണുമ്പോൾ നമുക്ക് 2px നും 2px ആൻഡ് 2py ആണെങ്കിലും ദേ ഹാവ് സെയിം എനർജി. അത് ട്രാൻസിഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ നടക്കൂല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? എനർജി ഗ്യാപ്പില്ല, എനർജി ഡിഫറൻസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് 2px ഉം 2py എന്നിട്ട് സെയിം എനർജി സ്റ്റേറ്റുകളാണ്, ഡീജനറേറ്റ് സ്റ്റേറ്റുകളാണെന്ന് പറയാം. ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മസ്കുലാർ പെയിൻ ഇൻവോൾവ്സ് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് അബൌട്ട് 900 നാനോമീറ്റർ. ഓക്കെ, ഒരു ഇൻസ്ട്രുമെന്റ് പറയാണ്, ഒരു റേഡിയേഷൻ നമ്മൾ 900 നാനോമീറ്ററിൽ കൊടുക്കുകയാണ്. Which spectral line of hydrogen atom is suitable for? Which spectral line of hydrogen atom is suitable for this? Okay, given Reiber constant കുറിച്ച് പറയുന്നുണ്ട്. ഇത് 10⁵ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈബർ കോൺസ്റ്റന്റ് സെന്റിമീറ്റർ 10⁵ സെന്റിമീറ്റർ ഇൻവേഴ്സ് കൊടുത്തിട്ടുണ്ട്. എച്ചിന്റെ വാല്യൂ സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതില് നമ്മൾ ആൻസറിലേക്ക് വന്നെങ്കിൽ ബാൽമർ സീരീസിലെ ഇൻഫിനിറ്റിയിൽ നിന്നും 2ലേക്ക് വരുന്ന കേസ്, 2ലേക്ക് വരുമ്പോഴാണ് ബാൽമർ സീരീസ് ആവുക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒക്കെ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ഇവിടെ ഒക്കെ 3 സ്ഥലത്ത് ഇൻഫിനിറ്റി ഉണ്ട്, പിന്നെ 5 to 3 കൊടുത്തിട്ടുണ്ട്. അത് പാഷൻ സീരീസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. ഇക്വേഷൻ റൈബർ ഇക്വേഷൻ ഉള്ളത് 1/λ is equal to RH into 1/n1² minus 1/n2² എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ n1 എന്ന് പറഞ്ഞാൽ ലോവർ സ്റ്റേറ്റും n2 എന്നുള്ളത് ഹയർ സ്റ്റേറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു.
ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഇവിടെ ഡി എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ പുറത്തേക്ക് പോകുന്ന എനർജിയുടെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന റേഡിയേഷന്റെ ലാംഡ അത് 1 അല്ലെങ്കിൽ ന്യൂ ബാറിന്റെ ടേം ആണ് ആക്ച്വലി. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 ലാംഡ. ഇതാണ് ശരിക്കും ഇക്വേഷൻ. റൈറ്റ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ലാംഡയുടെ വാല്യൂ തന്നിട്ട് ലാംഡ ഇസ് ഈക്വൽ ടു 900 നാനോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. 900 നാനോമീറ്റർ. ഓക്കെ. അതിന് ആർ എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആർ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര പറയാം, ആർ എച്ച് ഇസ് ഈക്വൽ ടു 10⁵ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ. നിങ്ങൾക്ക് ഒരു പക്ഷേ സെന്റിമീറ്റർ ഇൻവേഴ്സിലും അതേപോലെ ഇതിന് മീറ്റർ ഇൻവേഴ്സ് ഒക്കെ പറയാൻ പറ്റൂലേ? ആർ എച്ചിന്റെ വാല്യൂ ഒക്കെ മീറ്റർ ഇൻവേഴ്സ് പറഞ്ഞൂടെ? അപ്പൊ എത്രയായിരിക്കും? 10⁷ മീറ്റർ ഇൻവേഴ്സ് എന്നായിരിക്കും പറയേണ്ടി വരും അല്ലെ? 10⁷ മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലാംഡയുടെ വാല്യൂ നമുക്ക് മീറ്ററിൽ പറഞ്ഞാലോ 9 × 10⁻² × 10⁻⁻9 അത്രയും മീറ്റർ എന്നാണല്ലോ വരിക. 9 × 10⁻⁻7 മീറ്റർ എന്ന് വരും. ഓക്കെ. നമ്മൾ മീറ്ററിലേക്ക് നമ്മൾ ലാംഡയുടെ വാല്യൂ കൊടുത്താൽ ഇത്രയും മീറ്റർ ഉണ്ടാവും. ആർ എച്ചിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ 1/9 × 10⁻⁻7 അത്രയും മീറ്റർ ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻7 എന്നാണ് ഉള്ളത്. 10⁻7 ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നാണ് വരിക. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ ഈ 10⁻7 എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ 1/9 ഈസ് ഈക്വൽ ടു 10⁻7 ഇൻറ്റു 10⁻⁻7. ഓക്കെ. ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നാകും. അപ്പോൾ ഇത് എത്ര വരിക എന്ന് വെച്ചാൽ അല്ലെ 1 വരില്ലേ? ഇതിന്റെ വാല്യൂ 1 അല്ലെ ഇത് 1/n1² മൈനസ് 1/n2² എന്നാകും. 1/9 വാല്യൂ. ഓക്കെ. ഇതാണെങ്കിൽ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫിനിറ്റി എന്ന് വരികയാണെന്ന് വിചാരിക്കണം. ഇത് 1/n2² എന്തായിരിക്കും? 1/∞² എന്നായിരിക്കും വരിക. 1/∞² എന്നുള്ളത് 1/∞ is equal to 0. അപ്പൊ ഈ ടേം 0 ആയിരിക്കും തൽക്കാലം കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ടേം എന്തായിരിക്കും? 1/∞² is equal to 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ 1/9 is equal to 1/n1² എന്നായിരിക്കും വരിക. അപ്പോ n1 is equal to 3 എന്നാൽ പാഷൻ സീരീസിലേക്കാണ് പാഷൻ. അപ്പോൾ ഇൻഫിനിറ്റി നിന്ന് പാഷനിലേക്ക് വരുന്ന ഇതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറ്റും പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ പാഷനിലേക്ക് വരുന്ന വേറെ കേസ് ഇത് 5 ആണ്. 5 to 3 ആകുമ്പോൾ ഒരിക്കലും ഇതിന് മാച്ച് ആവില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ നിങ്ങൾക്ക് മീറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ ഇതിനെ മീറ്ററിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, ഇതിനെ മീറ്റർ ഇൻവേഴ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യും, 2 SI യൂണിറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഫോർ എ ഗിവൺ ഷെൽ ദ ടോട്ടൽ നമ്പർ ഓഫ് അലൗഡ് ഓർബിറ്റൽ ഈസ് ഗിവൺ ബൈ n². ഓക്കെ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 പറയാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഫോർ എനി സബ് ഷെൽ ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ ഈസ് ഗിവൺ ബൈ -L to +L വാല്യൂ ഇൻക്ലൂഡിങ് 0. എന്നിട്ട് 2 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ശരിയാണ് തെറ്റാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്ന കേസേ ഉള്ളൂ. ഇതിനകത്ത് ഈ പറയുന്ന പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെല്ല് അത് n² തന്നെയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഈസ് ഈക്വൽ ടു n². ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ ഈസ് ഈക്വൽ ടു 2n² നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റൈറ്റ്. അപ്പൊ n² ആണ് ഇതിന്റെ വാല്യൂ. ദാറ്റ് ഇസ് ട്രൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അടുത്ത പറയുന്നത് വെച്ചാൽ ഈ സ്പേഷ്യൽ ഓറിയന്റേഷനെ കുറിച്ചാണ്. സ്പേഷ്യൽ ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വാണ്ടം നമ്പർ m ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ m-ന്റെ വാല്യൂ -L മുതൽ 0 +L വാല്യൂ വരെ പറ്റും. ഫോർ എക്സാമ്പിൾ L-ന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ P സബ്ഷെൽ. അപ്പൊ m-ന്റെ വാല്യൂ എന്തൊക്കെ ഉണ്ടാവും? m-ന്റെ വാല്യൂ -1 ഉണ്ടാവും, 0 ഉണ്ടാവും, 1 ഉണ്ടാവും, +1 ഉണ്ടാവും അല്ലെ? അത് ഒന്ന് PX ആണ്, ഒന്ന് PY ആണ്, ഒന്ന് PZ ആണ്. ശരിയല്ലേ?
ഓക്കെ, പി എക്സും പി വൈയും പി സെഡും 3 വാല്യൂസ് ഉണ്ടായിരിക്കും എന്നാണ്. റൈറ്റ്. അപ്പൊ ഡി ആവുമ്പോൾ എന്ത് -2 to +2 അല്ലെ വരെ വാല്യൂ ഉണ്ടാവും, 5 വാല്യൂസ് ഉണ്ടാവും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്നാണ് ഉദ്ദേശിച്ചത്. അതും സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ എന്തായിരിക്കും? ഫോർത്തിന് ആൻസർ ഓപ്ഷൻ 3. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, ട്രൂ എന്നാണ്. ഓപ്ഷൻ 3 ഈസ് യുവർ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു എക്സ്റേ സ്പെക്ട്ര ഓഫ് എലമെന്റിനെ കുറിച്ചാണ്. എ പ്ലോട്ട് ഓഫ് റൂട്ട് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എക്സ്റേ എമിറ്റഡ് വേഴ്സസ് അറ്റോമിക് മാസ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എ പ്ലോട്ട് ഓഫ് ന്യൂ ഫ്രീക്വൻസി ഓഫ് എക്സ്റേ എമിറ്റഡ് വേഴ്സസ് അറ്റോമിക് നമ്പർ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. ഹെൻറി മോസ്ലി പ്ലോട്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററുമായി ഡയറക്റ്റ് ബന്ധമുള്ള ഈ ക്വസ്റ്റ്യൻ അല്ല ഇത്. നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ മോസ്ലി കർവ് നമുക്ക്, അല്ലെങ്കിൽ മോസ്ലി ഗ്രാഫ് നിങ്ങൾക്ക് വരച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അത് ആക്ച്വലി റൂട്ട് ന്യൂ അല്ലെ, റൂട്ട് ന്യൂ വേഴ്സസ് സെഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്ങനെയാണെന്ന് അറിയോ? എ പ്ലോട്ട് ഓഫ് റൂട്ട് ന്യൂ അറ്റോമിക് മാസ്, ഇത് സെഡ് ആണ്. അറ്റോമിക് നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും? ശരിയായിരിക്കും. അറ്റോമിക് മാസുമായി ഇതിന്റെ കണക്ഷൻ എന്താണെന്ന് അറിയോ? അറ്റോമിക് മാസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ റൂട്ട് ന്യൂ വേഴ്സസ് അറ്റോമിക് മാസ് എമ്മുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടില്ല. പകരം നമുക്ക് എന്ത് കിട്ടും? ഇറഗുലാരിറ്റി കിട്ടുന്ന പറയാം അല്ലെ. കറക്റ്റ് എന്താകൂല? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, പകരം ഇറഗുലർ ആയിട്ടുള്ള ഒരു പിന്നെ പ്ലോട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ പറയുന്ന അതും ഇത് ഒന്നാമത്തെ തെറ്റാണ്. ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ എന്താണ്? തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോൾസ് ആണ്. സെക്കൻഡിലെ പ്രശ്നം എ പ്ലോട്ട് ഓഫ് ന്യൂ എന്ന് പറഞ്ഞത് ശരിക്കും എ പ്ലോട്ട് ഓഫ് ന്യൂ അല്ല, എ പ്ലോട്ട് ഓഫ് റൂട്ട് ന്യൂ ആണ്. റൂട്ട് ന്യൂ പറഞ്ഞിട്ടില്ല അവിടെ. ഓക്കെ, വേഴ്സസ് അറ്റോമിക് നമ്പർ. അപ്പൊ ഇത് അറ്റോമിക് നമ്പർ ഓക്കെ ആണ്, പക്ഷെ ഇവിടെ റൂട്ട് കൊടുത്തിട്ടില്ല രണ്ടാമത്തിൽ. അപ്പൊ അതും എന്താണ്? തെറ്റാണ്, ഫോൾസ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞ തെറ്റാണ്. ഇതാണ് പ്രശ്നം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ പ്രശ്നം സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞ തെറ്റ്. അതെന്താണ്? അത് ഇറഗുലർ ആയിട്ടുള്ള സംഭവമാണ്. സെക്കൻഡ് കേസിൽ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ന്യൂന് പകരം റൂട്ട് ന്യൂ ആണ് എന്ന് മാത്രം. അപ്പോ ചുരുക്കത്തിൽ രണ്ടും തെറ്റാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ആൻസർ എന്തായിരിക്കണം അല്ലെ? 5ന്റെ ആൻസർ ഓപ്ഷൻ 3. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഫോൾസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരികയാണ്. ഫോർ ഹൈഡ്രജൻ ആറ്റം ദ ഓർബിറ്റൽസ് വിത്ത് ലോവസ്റ്റ് എനർജി ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എ 4s ആണ് അല്ലെ, ബി 3px ആണ്, സി 3dy² x² minus y², ഡി 3dz², ഇ 4pz. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഓർബിറ്റൽസ് വിത്ത് ലോവസ്റ്റ് എനർജി എന്നാണ് ക്വസ്റ്റ്യൻ. ഓർബിറ്റൽസ് വിത്ത് ലോവസ്റ്റ് എനർജി എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. റൈറ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാന്നുള്ളതാണ്. ഇതില് നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ്, ഈ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് എനർജി ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഇപ്പോ 1s ഒരു എനർജി, 2sനും 2pക്കും സെയിം എനർജി, 3s 3p 3dക്ക് സെയിം എനർജി, 4s 4p 4d 4fന് സെയിം എനർജി. അതായത് ഒരു ഷെല്ലിലെ മുഴുവൻ സബ്ഷെൽസിനും സെയിം എനർജിയാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് 4s
4s ഇവിടെ വരും. 4p എന്നുള്ള അതിനാണ് 4p-നകത്താണ് പിന്നെ 4pz ഒക്കെ വരുന്നത്. എനിവേ 4 ആണല്ലോ. അപ്പോൾ ഇത് 3 പേരും ഇവർ 3 പേരെ ശ്രദ്ധിക്കുക. ഇവർക്ക് 3 പേർക്കും അതായത് ബി സി ഡി ഇവർക്ക് 3 പേർക്കും 3-ലാണ്. അത് 3 അത് പിയിലുണ്ട്, ഡിയിലുണ്ട്. പക്ഷെ പ്രശ്നമില്ല, ഏതായിരുന്നാലും ഇവർക്ക് 3 പേർക്കും സെയിം എനർജിയാണ് ഉണ്ടാവുക. അതിനേക്കാൾ താഴെയുള്ള എനർജി ഉള്ള ഒരു സബ്ഷെൽ ഇവിടെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഓർബിറ്റിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ ബിയും സിയും ഡിയും BCD ഓൺലി എന്നുള്ള ഓപ്ഷൻ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി 2 പേർക്കും ഹയർ എനർജിയാണ് ഉണ്ടാവുക, ഇതിനേക്കാളും ഹയർ എനർജി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവർക്ക് 3 പേർക്കും സെയിം എനർജി ഉള്ളത് കൊണ്ട് ഇത് 3 നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 7-ലേക്ക് വരാം നമുക്ക്. 7 in a multi-electron atom, which of the following orbitals described by 3 quantum numbers will have same energy in absence of electric and magnetic field? ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പിന്നെ ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ എങ്ങനെയാണിത് പറയാ എന്നാണ് നോക്കുക. ഓക്കെ, ഒന്നാമത് നോക്കും നമ്മൾ. ഒന്നാമത്തത് n is equal to 1, L is equal to 0. ഓക്കെ, ഇതാണ് എ. അപ്പോൾ അത് ഏതാണ് ഓർബിറ്റിൽ നോക്കിയാൽ പോരെ. അപ്പോൾ 2s ആയിരിക്കും, 1s ആയിരിക്കും അത്. സോറി, 1s. ബി ആണെങ്കിൽ ബി നോക്കാം നമുക്ക്. ബി ഇതാണ് ബി. n is equal to 2, L is equal to 0, that is 2s. സി എവിടെയായിരുന്നു? ഇവിടെ ഇതിന്റെ കൂടെ m is equal to 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, എന്തായാലും ഇത് 2s തന്നെ ആയിരിക്കും ഉണ്ടാവും. അടുത്ത് സി ആണ്. സി n is equal to 2, L is equal to 1, m is equal to 1. അപ്പോൾ n is equal to 2, L is equal to 1. ഓക്കെ, 2p ആണ്. 2p 2pയില് -1 0 1 അല്ലേ. പൊതുവെ നമ്മൾ ഇതിന് 1 എന്ന് കൊടുക്കുമ്പോൾ ഒന്ന് കൊടുക്കാം. ഒരു തൽക്കാലം ഇതാണ് അപ്പോൾ ഓർബിറ്റൽ, ഈ ഓർബിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ആള് ഡി ആണ്. ഡിയിൽ പറയുന്നത് 3 2 1 ആണ്. n is equal to 3, പിന്നെ L is equal to 2 എന്നാണ്. അപ്പോൾ 3Dയിലുള്ള 3D -2 -1 0 1 2. അപ്പോൾ അതിലുള്ള ഒരു ഓർബിറ്റൽ 3Dയിലാണ്. L is equal to ഇത് -1, ഇത് 1 അല്ലേ. ഓക്കെ, ഈ കേസിൽ ഇവിടെ അല്ല അല്ലേ കൊടുത്തുള്ളത്. കൊടുത്ത കേസ് ഡിയുടെ കേസ്, സിയുടെ കേസിൽ കൊടുത്തിരിക്കുന്നത് 1 ആണല്ലോ. അപ്പൊ ഇവിടെ കൊടുക്കാം. ഓക്കെ, അടുത്തത് DE ആണ്. ഈ കാണിക്കുന്നത് 3 2 0 എന്നാണ്. n is equal to 3, L is equal to 2. അപ്പൊ അതും 3D ആണ്. 3Dയിൽ ആരാണെന്ന് പറഞ്ഞത്? 3Dയിൽ 0. ഇതാണ് സംഭവം, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവർക്ക് ആർക്കാണ് സെയിം എനർജി ഉണ്ടാവുക എന്നാണ് അല്ലെ. ഒരു സബ്ഷെല്ലിനകത്തുള്ള മുഴുവൻ ഓർബിറ്റൽസിനും സെയിം എനർജി ഉണ്ടാവുക, ഡീജനറേറ്റ് ഓർബിറ്റൽ ഉണ്ടാവുക. അപ്പൊ ആക്ച്വലി ഡിയും ഇയും ഒരേ എനർജി ഉണ്ടാവുക. ഇതാണ് ഡി, ഇതാണ് ഇയുടെ ഓർബിറ്റൽ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ 4 ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. 7th ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 4. Question number 8. Which of the following are not correct with respect to energy of atomic orbital of hydrogen atom? ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കേണ്ടി വരും. 1s ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1sന് ഒരു എനർജി, 2s 2pക്ക് സെയിം എനർജി, 3s 3p 3dക്ക് സെയിം എനർജി, 4s 4p 4d 4fന് സെയിം എനർജി, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോട്ട് കറക്റ്റ് കേട്ടോ, കറക്റ്റ് അല്ലാത്ത ഏതാണ്. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഇത് 1s 2p 3d 4s. ഓക്കെ, ഇത് പറ്റും അല്ലേ.
1s എനർജി കൂടുതൽ 2pക്ക്, പിന്നെ 3dക്ക്, പിന്നെ 4sന് അല്ലേ? ശരിയല്ലേ? യെസ്. പിന്നെ രണ്ടാമത്തെ ഏതാണ്? 1s 2s 2p. 2s-ഉം 2pക്കും സെയിം എനർജി എന്നുള്ളത് എന്താണ് ആക്ച്വലി? അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? 1s 2s 2p സെയിം എനർജി, 3s 3pക്ക് സെയിം എനർജി. ഓക്കെ, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കണത് ഇൻകറക്റ്റ് ആണ് ചോദിക്കണത് അല്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. യെസ്. 1s 2s 2p ഇത് തെറ്റാണ്, ഈ ഭാഗം തെറ്റാണ്. 2s-നും 2pക്കും സെയിം എനർജി ഉണ്ടാവുക എന്നുള്ളതാണ് ശരി. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സി എന്നുള്ളത് നമ്മൾ ആൻസറിൽ വരും. സി എന്നുള്ളത് ഓക്കെയാണ്. അടുത്തിലേക്ക് പോയാൽ നമുക്ക് 1s 2s 4s 3d അല്ല, ഇത് തെറ്റാണ്, ഈ ഭാഗം തെറ്റി. അപ്പോൾ അതെന്താണ്? നമ്മൾ ഓപ്ഷനിലേക്ക് വരും. സിയും ഡിയും ഓപ്ഷന്റെ ഭാഗമായി മാറും. അപ്പോൾ 8ന്റെ ആൻസർ എന്തായിരിക്കും? സി ആൻഡ് ഡി ഓൺലി എന്നായിരിക്കും 8ന്റെ ആൻസർ. ചൂസ് ചെയ്യണമെന്നേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് കിട്ടും. Given below are two statements. Statement 1, the radii of isoelectronic species increases in the order mg2 plus na plus fe plus. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ്, ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താണ്? നമുക്കറിയാം അല്ലെ, നെഗറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? പിന്നെ റേഡിയസിന്റെ പിന്നെ ഓർഡർ കൂടി വരും അല്ലേ? റേഡിയസ് കൂടൂലേ? ഇത് 2 മൈനസ് ആണിത്, മൈനസ് ആണിത്, +1 ആണ്, +2 ആണ്. അപ്പോൾ ഇത് ഓക്കെയാണ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, the magnitude of electron gain enthalpy of halogen decreases in order. ഈ ഓർഡർ തന്നെ അല്ലേ പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത്? CN ഏറ്റവും കൂടുതൽ. അതും എന്താണ്? സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലേ? കറക്റ്റ്. പീരിയോഡിസിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 9. 9ന്റെ ആൻസർ നമുക്ക് രണ്ടും ശരിയാണ് എന്നാണ് ആൻസർ. ഫോർ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്നായിരിക്കും. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. If A0 is denoted as the Bohr radius of hydrogen atom, then what is the de Broglie wavelength lambda of electron present in the second orbit of hydrogen atom? n എന്ന് പറഞ്ഞാൽ any integer എന്ന ക്വസ്റ്റ്യൻ. നമുക്ക് de Broglieയുടെ ഇക്വേഷൻ n lambda is equal to 2πr എന്നൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഇക്വേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ n ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ലാംഡയാണ് ഇവിടുത്തെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് 2πr. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ ഏത് ഓർബിറ്റ് എന്ന് പറഞ്ഞത്? സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് R2 ആണ് ശരിക്കും. 2πr2 എന്നാണ് വരിക. ഇറ്റ് ഈസ് ഈക്വൽ ടു 2π അല്ലേ? R2 എന്ന് പറയുമ്പോൾ R2ന്റെ വാല്യൂ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ? A0 ഇൻറ്റു ഏതാണ് ആറ്റം? ഹൈഡ്രജൻ അല്ലേ? n²/z. z എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ n². അപ്പോൾ n-ന്റെ വാല്യൂ 2 ആണ് അല്ലേ? ഇവിടെ സെക്കൻഡ് ഓർബിറ്റിന്റെ വാല്യൂ പിന്നെ 2. അപ്പോൾ എന്തുണ്ട് ഇവിടെ എത്ര വാല്യൂ വരിക? ഇവിടെ 4 എന്ന് വരും. 2π × 4a0 എന്നായിരിക്കും n ലാംഡയുടെ ഇക്വേഷൻ. അപ്പോൾ 8πa0 എന്ന് വരും n ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു 8πa0/n എന്നായിരിക്കും വരിക ഇക്വേഷനിൽ. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 ഈസ് യുവർ ആൻസർ. ഓക്കെ, 10ന്റെ ആൻസർ ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷ്യസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് പ്രൊവൈഡ്സ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെപ്രസെന്റേഷൻ E വേഴ്സസ് Z? E എന്ന് പറഞ്ഞാൽ എനർജി, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. അപ്പോൾ ഈ ഒരു പ്ലോട്ട് E വേഴ്സസ് Z പ്ലോട്ട് ഫോർ കോൺസ്റ്റന്റ് n-ന്റെ വാല്യൂ, എനർജി ഓഫ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ് എനർജി E എന്ന് പറഞ്ഞാൽ എനർജിയാണ്, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്, n എന്ന പ്രിൻസിപ്പൽ കോൺ നമ്പർ ആണ്. അവർ തമ്മിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? E is equal to -13.6 into Z²/n² ഇലക്ട്രോൺ വോൾട്ട് ഇക്വേഷൻ. പൊതുവെ നമ്മൾ നോർമലി നമ്മൾ പറയാറുള്ളത് ഇലക്ട്രോൺ വോൾട്ട് ഇക്വേഷൻ ആണ്. ആ വാല്യൂ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ E ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -Z² എന്നതിന് വരിക. ശരി, -Z². n²ന്റെ വാല്യൂ n ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ n-ന്റെ വാല്യൂ കൊടുക്കണമെന്നില്ല. E ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -Z². ഓക്കെ, അപ്പോൾ Z²ന്റെ Z-ഉമായിട്ട് അപ്പോൾ എന്ത് ചെയ്യും? ഒരു പരാബോളിക് ആയിട്ടുള്ള ഫോമാണ് കിട്ടുക അല്ലെ? മൈനസ് ആണ്. അപ്പോൾ പരാബോള എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? ഇത് പ്ലസും ഇത് മൈനസും വന്നാൽ ഇങ്ങനെയായിരിക്കും വരിക. ഇക്വേഷനിൽ ഇങ്ങനെ
വരില്ല. അപ്പോൾ നമ്മളെ കേസ് എന്തായിരിക്കും, ഈ രൂപത്തിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരുന്ന കേസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കാണിച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്, ശരിയല്ലേ? മൈനസ് വാല്യൂ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നല്ലേ പരാബോള, കറക്റ്റ് അല്ലേ? യെസ്. ഇത് അറിയില്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ സെഡിന്റെ വാല്യൂ ഇപ്പോൾ E1 ആകുമ്പോൾ 1² മറ്റേ 4 മറ്റേതപ്പോൾ അതിന്റെ വാല്യൂ കാണിച്ചാണെങ്കിൽ സെഡിന്റെ വാല്യൂ നോക്കിയാൽ ഇതിന്റെ ആൻസർ കിട്ടും. ഓപ്ഷൻ 1 ഈസ് യുവർ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്പെസിഫൈ സൈമൾട്ടേനിയസ്ലി വിത്ത് ആർബിട്രറി പ്രിസിഷൻ ബോത്ത് ദ ലീനിയർ മൊമെന്റം ആൻഡ് ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ. ഓക്കെ, അത് കറക്റ്റ് ആണ് പറഞ്ഞത്. അതാണല്ലോ ഹൈസൻബർഗിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് ട്രൂ. Statement 2, if the uncertainty in the measurement of position and uncertainty in measurement of momentum are equal for an electron, then the uncertainty in the measurement of velocity തന്നിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, അത് ശരിയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സംശയമില്ല. അത് നമുക്കറിയാം, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ഇത് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ശരിക്കും എം ഇൻറ്റു ഡെൽറ്റ വി എന്നാണ്. ഇത് ഡെൽറ്റ എക്സ്. ഓക്കെ, റൈറ്റ്. ഈ പറയുന്നത് എന്താണോ, പറയുന്ന പോയിന്റ് ഇതെന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഈ ഡെൽറ്റ വിയും ഡെൽറ്റ എക്സ് അല്ല പറഞ്ഞത്, ആരൊക്കെയാണ് ഈക്വൽ പറഞ്ഞത്? ഇൻ ദ അൺസർട്ടനിറ്റി പൊസിഷൻ അല്ലെ, മെഷർമെന്റ് ഓഫ് പൊസിഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഇൻ മെഷർമെന്റ് ഓഫ് മൊമെന്റം ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ആണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഡെൽറ്റ എക്സ് നമുക്ക് എന്ത് ചെയ്യാം, എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് കൊടുക്കണം. കാരണം ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്നാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് നമുക്ക് എം ഇൻറ്റു ഡെൽറ്റ പി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരിക, എം ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π എന്ന് വരും. അപ്പോൾ എം സ്ക്വയർ എന്ന് വരും. അപ്പോൾ എം സ്ക്വയർ, ഞാൻ എം സ്ക്വയർ താഴെ കൊണ്ടുപോകാം. അപ്പോൾ ഡെൽറ്റ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു h/4π ഗ്രേറ്റ് അല്ലേ ഇൻറ്റു എം സ്ക്വയർ എന്നാകും. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഡെൽറ്റ വി ആണ് വേണ്ടത്. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ വി അല്ലേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് h/4π എം സ്ക്വയർ എന്നാകും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എം 4 അല്ലേ, അപ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2m ഇൻറ്റു റൂട്ട് ഓഫ് h/π എന്ന് കൊടുക്കാം, ശരിയല്ലേ? അപ്പോൾ അത് കറക്റ്റ് സംഭവമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. ഓപ്ഷൻ 3 ആണ് നമ്മൾ ആൻസർ ആയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. ആ സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ളതാണ് നമ്മളൊരു കാര്യം. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഓക്കെ, ഇതുപോലത്തെ എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.